അപ്പോൾ എപ്പോഴും സൈഡിൽ നിന്ന് നിന്നിട്ട് വെറൈറ്റിക്ക് അടിക്കൂടെ വരാൻ നോക്കിയത് അത് മൂഞ്ചി ഇവിടെ എന്തൊക്കെയോ തട്ടി. അപ്പം നമ്മുടെ പറയാവുന്ന കാര്യം, അങ്ങനെ നമ്മുടെ iQOO 15 നമ്മുടെ ഇന്ത്യക്ക് വരാറായിട്ടുണ്ട്. അപ്പോൾ iQOO 14 എവിടെയും ചോദിക്കണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ OnePlus 40 ഒഴിവാക്കിയ പോലെ ഇതിൻ്റെയും 4 ബാഡ് ലക്കാന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കിയതാണ്. ഓൾറെഡി മറ്റേ iQOO 4 ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് പോലെ. അപ്പോൾ 13 നേരെ നമ്മൾ 15 എത്തി. അപ്പോൾ റിയൽമിയും മറ്റേ ക്യാമറയുടെ ബാക്കത്തെ കവർ മാറ്റി വെച്ച് ഉടായ്പ കാണിച്ച പോലെ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് അങ്ങനെയുള്ള പേരും പ്രശസ്തിയും വേണ്ടാന്നാണ് ഇവർ പറയണത്. അതുകൊണ്ട് ഇവർ ഡിസൈനൊക്കെ വളരെ സിമ്പിളായിട്ടാണ് വെച്ചിട്ടുള്ളത്. പ്രീവിയസ് മറ്റേ iQOO 13 പോലെ തന്നെ 15 ഇപ്പോൾ ഇരിക്കണത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ മറ്റേ ഗൂഗിളും ആപ്പിളും സാംസങ്ങും ഒക്കെ NSS ക്യാമ്പിൽ പോയിട്ട് പരിസ്ഥിതി പാലകരായതുകൊണ്ട് നമുക്ക് ചാർജറും മുട്ടയും തരാറില്ല. പക്ഷേ iQOO അങ്ങനെയില്ല. നമുക്ക് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് പെട്ടിയിൽ കിട്ടും. പോരാത്തതിന് C2Cയും കിട്ടും. അതൊരു അടിപൊളി കാര്യമാണ്. ചിലർ വരെ ഇപ്പോഴും ഇത്രയും പ്രീമിയത്തിൽ വരെ C2C തരുന്നത് കുറവാണ്. നമ്മുടെ X200 Proയിൽ വരെ അവർ USB A to C തരുന്നത്. ഈ C2C തന്നെ അടിപൊളി കാര്യമാണ്. അതും iQOO നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിൽ വലിയ മാറ്റമൊന്നും ഒരു വരുത്തിയിട്ടില്ല. 13 പോലെ തന്നെ ഏകദേശം കാണാൻ സാധാരണ മെറ്റൽ ബോഡി, പിന്നെ ബാക്കും ഫ്രണ്ടും ഗ്ലാസ്. അപ്പോൾ അതേ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഏതാ, ഗൊറില്ല ഗ്ലാസ് ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിൻ്റെ മെയിൻ കാര്യത്തിൽ വരാൻ ഡിസ്പ്ലേ. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്രാവശ്യം സാംസങ്ങിൻ്റെതാണ്. അപ്പോൾ സാംസങ്ങിൽ ലേറ്റസ്റ്റ് ആയിട്ട് S26 ഇറങ്ങാൻ പോണവരൊക്കെ ഉപയോഗിക്കാൻ പോണ ഡിസ്പ്ലേ ആണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പവറിൽ ഹൈ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടാൻ പറ്റുന്ന എന്തോ ടെക്നോളജി ഉണ്ടായില്ല. അപ്പോൾ ഡിസ്പ്ലേ അടിപൊളിയാണ്. അതുപോലെ 144 Hz LTPO നമ്മുടെ റിയൽമിയുടെ ഫോണിൽ അവർക്ക് ഇറക്കാൻ പറ്റിയില്ല. 73,000 രൂപയ്ക്ക് അവർക്ക് LTPO വയ്ക്കാൻ പറ്റിയില്ല. അവർ ക്യാമറ പിടിച്ച് മാറ്റണത് വയ്ക്കാൻ പറ്റി. അപ്പോൾ അതുണ്ട് LTPO. പിന്നെ ഡോൾബി വിഷൻ, അങ്ങനെ അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഇത്. പിന്നെ 2600 സാധാ ബ്രൈറ്റ്നസ്, പിന്നെ അപ് ടു 6000 നമുക്ക് നിറ്റ്സ് ബ്രൈറ്റ്നസ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേന്ന് കിട്ടും. പിന്നെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആണ്. അപ്പോൾ അത് അവളുടെ അറിയാലോ, പിക്കും തുറക്കും അതൊക്കെ ഇപ്പോൾ കോമൺ ആയി. ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാത്തിനും അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയറിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ iQOO എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് വെച്ച് നമുക്ക് ഫോൺ തന്നെ ബ്രാൻഡാണ്. അപ്പോൾ ഇപ്രാവശ്യം അവർ കുറച്ചിട്ടില്ല. പൈസ എത്രയാണെന്ന് നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിഞ്ഞില്ല. എന്നാലും നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 55,000 ആ റേഞ്ചിനായിരുന്നു 13 ഇറങ്ങിയത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഏകദേശം അതിനേക്കാൾ ഒരു 5,000 കൂടിയാലും അടിപൊളി ഡീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 5 വരുന്നുണ്ട്. അത് മറ്റേ 4 million ഒക്കെ അന്തൂത്തൂല് സ്കോറിംഗ് ഉള്ള ചിപ്സെറ്റാണ്. അടിപൊളിയാണ്, ഞാൻ ഓൾറെഡി പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ. പിന്നെ LPDDR5X റാം വരുന്നുണ്ട്. 4.1 UFS സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിപൊളി ഫീച്ചറാണ്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ, ഈ പ്രൈസല്ല ഇതിനും കൂടുതലാണ് നമ്മുടെ OnePlusനും റിയൽമിയുടെ ഫോണിനും. എന്നിട്ട് ഇതിൽ അവർ റേ ട്രേസിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഗെയിം കളിക്കാൻ അടിപൊളിയാണ്. പോരാതെ തന്നെ ഈ ചിപ്സെറ്റിൻ്റെ അപ്പോൾ ഒരു Q3 ഗെയിമിംഗ് ചിപ്സെറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചിപ്സ് ആ പറയുന്ന സാധനമൊക്കെ ഈ OnePlusലും റിയൽമിയിലൊക്കെ കോമൺ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഈ ഇതേ കമ്പനീസൊക്കെ BBK ഇലക്ട്രോണിക്സിൻ്റെ അടിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യം തോന്നിയേക്കാം. കാരണം എല്ലാതും ഒരാളുടെ പടക്കയിലാണ്. അവർ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് കമ്പനി ആക്കി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ചെറിയ പൊട്ടുകുത്തി അങ്ങോട്ടും മാറ്റം കൊടുത്ത് ഇറക്കി വിടണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാറ്ററി ഓൾറെഡി അറിയാലോ. ഓൾറെഡി ഇവരുടെയൊക്കെ സെയിം റേഞ്ചിൽ വരുന്ന കാരണം 7000 mAh ഇപ്പോൾ കുറവായി. പക്ഷെ എന്നാലും ആപ്പിളിന് സാംസങ്ങിന് ഇപ്പോഴത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഇറക്കാൻ പറ്റില്ല. ഇനി സാംസങ് S26ലും അവർ ഇറക്കാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അവന്മാർ അതും വലിയ കാരണം വേണ്ടി തീർത്തു. കാരണം അറിയാലോ, S7 പൊട്ടിത്തെറിച്ച ചരിത്രമുള്ള ആ കൂടിയുള്ള ഫോണാണ് സാംസങ്ങിനുള്ളത്. അപ്പോൾ ബാറ്ററി 1000 mAh 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 40 വാട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ അതൊരു അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നപ്പോൾ ഞാൻ ക്യാമറ വൈസ് പറയാം. 50 MP 3ഉം 50 മെഗാപിക്സലിൻ്റെ സൂം വൈഡ് മെയിൻ സെൻസർ 3ഉം 50 മെഗാപിക്സൽ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ. അതും നമ്മൾ ഈ 3 കോമൺ ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 എനിക്ക് അത്ര വലിയ ഒരു ഇതില്ല. ഇത് 3 നിങ്ങൾ ഈ 3 ഫോൺ OnePlus 15 ആയാലും റിയൽമി GT8 Pro ആയാലും ഈ iQOO 15 ആയാലും ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ എടുക്കാതിരിക്കാവും നല്ലത്. കാരണം അതിനും ബെറ്റർ ആ പൈസയ്ക്ക് നമുക്ക് വേറെ ഉണ്ട്. പിന്നെ iQOO ഫോൺ സോഫ്റ്റ്വെയർ OS 6 വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് പ്രത്യേകത. 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ OnePlusലും റിയൽമിയിലും ഇതൊക്കെ ഒരാളുടെ അണ്ടറിൽ വരണമാണെന്ന് ഞാൻ പറയണതുകൊണ്ട് തന്നെ അതിൽ വരുന്നത് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ്. അപ്പോൾ ഇതിൽ 5 കൊല്ലത്ത് വരുന്നുണ്ട്. എന്തായാലും അവർ 2 ആൾ ഇറക്കിയിട്ടുള്ളതിനൊക്കെ പൈസ കുറവിന് ഇത് ഇറങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പോരാത്തതിന് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ റേ ട്രേസിങ് അതൊന്നും അതിലില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി 2 ഫോണിനേക്കാളും എന്തുകൊണ്ട് ഈ iQOO നിങ്ങൾ നോക്കുകയായിരിക്കും നല്ലത്.
പിന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെയാണ് ബാക്കി ഈ 3 ഏകദേശം ഒരേപോലെ പെർഫോം ചെയ്യാൻ ചാൻസ്. ഈ റിയൽമിയിൽ 200 മെഗാ പിക്സൽ സൂം കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും പോയി ചാടണ്ട. ഓൾറെഡി നിങ്ങൾ അതിൻ്റെ റിവ്യൂ, ഇൻഡെപ്ത് റിവ്യൂ, ക്യാമറ റിവ്യൂ ചെയ്യണമായിട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. എനിക്ക് നോക്കിയപ്പോൾ കണ്ടത് ഇത് 3 ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ കണക്ടിവിറ്റിയുടെ കാര്യമാണെങ്കിലും അത്ര മോശമൊന്നുമില്ല, അടിപൊളി തന്നെയാണ്. കാരണം Wi-Fi 7, Bluetooth 6.0, പിന്നെ ഡ്യുവൽ 5G, അല്ലെ 13 5G ബാൻഡ് ഡ്യുവൽ 5G സിം എല്ലാം ഇതിലും വരുന്നുണ്ട് ബാക്കി ഉള്ളതിനെ പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഇറങ്ങാൻ പോണ പ്രൈസ് അതാണ് ഇപ്പോഴും എനിക്കധികം കൺഫേം ആയിട്ടില്ല. ചിലർ വേണ്ട 55,000 60,000 ഇടയിലാണ്, ചിലർ വേണ്ട 70,000 ടച്ച് ചെയ്യുന്നു. അപ്പോൾ 70,000 ടച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ OnePlusന്റെ റിയൽമി 18 പറഞ്ഞ പോലെ കാര്യങ്ങൾ പോലെ. പക്ഷേ ഈ 55,000 60,000 ഇടയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇത് ബാക്കി 2 ഫോണിനൊക്കെ അപേക്ഷിച്ച് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം അതിലില്ലാത്ത കുറേ സംഭവങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. വെറുതെ പറ്റിക്കാൻ വേണ്ടി കുറേ ക്യാമറ ബാക്കിളങ്ങി ഇപ്പുറത്തെ വയ്ക്കാമെന്നും പറഞ്ഞിട്ടില്ല. OnePlus അടിപൊളി തന്നെയാണ്, അതിൽ വേറെ ഇങ്ങനത്തെ ഇതിലൊന്നും ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട് അവർ. OnePlus അടിപൊളിയാണ്, ഞാൻ അതിനെ പറയുന്നില്ല. പക്ഷെ നമുക്ക് വാല്യൂ ഫോർ മണി നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈ iQOO 15 ആയിരിക്കും അടിപൊളിയാകാൻ തോന്നുന്നുണ്ട്.